കേരളത്തിലെ ഉപേക്ഷിക്കപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഫയൽ ഫോട്ടോ ആണിത്. ബേപ്പൂർ റെയിൽവേ സ്റ്റേഷൻ എന്നായിരുന്നു ഇതിൻ്റെ പേരെങ്കിലും ഇത് ചാലിയത്തായിരുന്നു നിലകൊണ്ടിരുന്നത്. കേരളത്തിലെ ആദ്യ റെയിൽവേ സ്റ്റേഷനും റെയിൽവേ ലൈനുമായ തിരൂർ ബേപ്പൂർ ലൈനിൻ്റെ ടെർമിനസ് ആയിട്ടായിരുന്നു ഈ സ്റ്റേഷൻ മദ്രാസ് റെയിൽവേ കമ്പനി 1861 കമ്മീഷൻ ചെയ്തത്. തിരൂരിൽ നിന്നും മലബാർ പ്രദേശത്തെ പ്രധാന തുറമുഖമായ ബേപ്പൂരിലേക്ക് സുഗമമായി ചരക്കുകൾ കടത്താനായിരുന്നു ബേപ്പൂരിൻ്റെ തെക്കേക്കരയായ ചാലിയത്ത് ഈ റെയിൽവേ ടെർമിനസ് നിർമ്മിച്ചത്. 1888 ഫറോക്കിൽ പുതിയ പാലം നിർമ്മിച്ച് റെയിൽവേ ലൈൻ കോഴിക്കോട്ടേക്ക് നീട്ടിയപ്പോൾ ഉപേക്ഷിക്കപ്പെട്ടതാണ് ഈ സ്റ്റേഷൻ. 100 വർഷത്തിലേറെ കാലം മുമ്പ് ഉപേക്ഷിക്കപ്പെട്ട ഈ സ്റ്റേഷൻ്റെ ഭാഗമായി പൊട്ടിപ്പൊളിഞ്ഞ് ഉള്ളിൽ മരങ്ങൾ വളർന്ന് നിലം പൊത്താറായി നിൽക്കുന്ന ഏതാനും മതിൽക്കെട്ടുകളും ചുറ്റും വേലി കെട്ടിത്തിരിച്ച ഒരു ഭീമൻ കിണറുമാണ് ചാലിയം ഗൂഡ്സ് ഡിപ്പോ പരിസരത്ത് നമുക്ക് കാണാനാവുന്നത്. നിലവിലുണ്ടായിരുന്ന റെയിൽ പാളങ്ങളുടെ പുറത്ത് മണ്ണിട്ടാണ് ഇവിടെ റോഡുകളും കെട്ടിടങ്ങളും നിർമ്മിച്ചിട്ടുള്ളത്. കൽക്കരി വണ്ടികളുടെ ചൂളം വിളികളും ചരക്കു കയറ്റിറക്കങ്ങളുടെ ബഹളവും ബേപ്പൂർ പുഴ മുറിച്ച് കടന്ന് കോഴിക്കോട്ടേക്ക് പോവാൻ വെമ്പി നിൽക്കുന്ന വിദേശികളടക്കമുള്ള എണ്ണമറ്റ യാത്രികരുടെ തിരക്കുമെല്ലാം നാം ഇപ്പോഴും കാണുന്നുവോ കേൾക്കുന്നുവോ? 1.5 നൂറ്റാണ്ടിനപ്പുറമുള്ള ഓർമ്മകളും താലോലിച്ച് അന്ത്യശ്വാസം കാത്ത് കിടക്കുകയാണ് കേരളത്തിലെ ഈ ആദ്യ റെയിൽവേ സ്റ്റേഷൻ.